ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോവും സാറ ടീസ്ഡെയിൽ എഴുതിയ ബാർട്ടർ എന്ന കവിതയാണ്. സാറ ടീസ്ഡെയിൽ ബാർട്ടർ എന്ന കവിത 1917 എഴുതിയത്. അതുപോലെ ലവ് സോങ് എന്ന സമാഹാരത്തിലാണ് ഇത് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. അപ്പം നമുക്കിനി പോം ഡിസ്കസ് ചെയ്യാം. ലൈഫ് ഹാസ് ലവ്ലിനെസ് ടു സെൽ. അപ്പോൾ കവിയത്രി എന്താണ് ആദ്യ വരികളിൽ തന്നെ നമ്മളോട് പറയുന്നത്? ജീവിതം നമുക്ക് നിരവധി മനോഹരമായ അനുഭവങ്ങൾ, മെനി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസസ് നൽകുന്നു എന്ന് കവിയത്രി പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു പെർസോണിഫിക്കേഷൻ ഉണ്ട്. അതായത് ലൈഫ് ഹാസ് ലവ്ലിനെസ് ടു സെൽ, ലൈഫിനെ ഒരു സെയിൽസ് പേഴ്സൺ ആയിട്ടാണ് പെർസോണിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലൈഫ് ആസ് എ സെയിൽസ് പേഴ്സൺ, ആ സെയിൽസ് പേഴ്സൺ ഓഫറിങ് ചെയ്യുന്നത് എന്തുവാണ്? ലവ്ലിനെസ്. ഓക്കെ, ഓൾ ബ്യൂട്ടിഫുൾ ആൻഡ് സ്പ്ലെൻഡിഡ് തിങ്സ്. അപ്പോൾ മനോഹരവും ഗംഭീരവുമായ കാര്യങ്ങൾ. അപ്പോൾ ഈ നിധികൾ എന്നത് ലോകത്തിന് നൽകാൻ കഴിയുന്ന മനോഹരവും ഗംഭീരവുമായ കാഴ്ചകളാകാം, ശബ്ദങ്ങളാകാം, വികാരങ്ങളുമാകാം. ബ്ലൂ വേവ്സ് വൈറ്റൻഡ് ഓൺ എ ക്ലിഫ്. അപ്പം ഈ വരി പ്രകൃതിയുടെ സൗന്ദര്യത്തെയും ശക്തിയും എടുത്തു കാട്ടുന്ന ഒരു ഉജ്ജ്വലമായ ചിത്രമാണ്. നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി, ഈ കടൽ തീരത്തെ പാറകളിൽ ആ ബ്ലൂ വേവ്സ് തട്ടി എന്തായി മാറുന്നു? ടേണിങ് വൈറ്റ് വിത്ത് ഫോം. അത് നീല തിരമാലകൾ വെളുത്ത നുരയായി മാറുന്ന ആ ദൃശ്യ സൗന്ദര്യം പകർന്നു തരുന്ന വരിയാണ് ഇത്. സോറിങ് ഫയർ ദാറ്റ് സ്വേസ് ആൻഡ് സിങ്. അപ്പം നമുക്ക് പറയാം, ഒരു പക്ഷേ ഒരു അടുപ്പിലെയോ ഇല്ലെങ്കിൽ ക്യാമ്പ് ഫയറിലെയോ മനോഹരമായി മേലോട്ട് ഉയരുന്ന തീ. അപ്പം അതാണ് ഈ സോറിങ് ഫയർ. ഓക്കെ, അപ്പോൾ ഈ സോറിങ് ഫയറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എനർജി, വൈബ്രൻറ്റ്, ഡൈനാമിക് നേച്ചർ ഓഫ് ലൈഫാണ്. സോറിങ് ഫയർ എന്ത് ചെയ്യുവാണ്? ദാറ്റ് സ്വേസ് ആൻഡ് സിങ്സ് എന്നാണ് പറയുന്നത്. അപ്പം മൂവ്മെൻറ്റും ഋതവുമാണ് അവിടെ കാണിക്കുന്നത്. അത് ആടി ഉലയുകയും പാടുകയും. സ്വേസ് ആൻഡ് സിങ്സ് എന്നുകൊണ്ട് റെഫർ ചെയ്യുന്ന ആ ലൈവ്ലി ഡാൻസിങ് ഫ്ലെയിമിനെയാണ്. നമുക്ക് പറയാം, പ്രകൃതിയുടെ മനോഹരവും ഉജ്ജ്വലം കാണിക്കുന്നു. അതുപോലെ ഭൗതിക സമ്പത്തിൽ, അത് മെറ്റീരിയൽ പൊസഷൻസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഈ ലളിതമായ ആനന്ദങ്ങളിൽ സംതൃപ്തിയും മൂല്യവും കണ്ടെത്തുക എന്നാണ് കവി ഈ വരികളിലൂടെ പറയുന്നത്. ആൻഡ് ചിൽഡ്രൻസ് ഫേസസ് ലുക്കിംഗ് അപ്പ് ഹോൾഡിംഗ് വണ്ടർ ലൈക്ക് എ കപ്പ്. അപ്പം ലോക അത്ഭുതങ്ങളോടുള്ള കുട്ടികളുടെ റിസപ്റ്റീവ്നെസ് പ്രകടിപ്പിക്കാൻ ഒരു ഉപമ ഉപയോഗിക്കുന്നു ഇവിടെ. കുട്ടികൾക്ക് അവരുടെ ചുറ്റുമുള്ള സൗന്ദര്യവും വിസ്മയവും അനുഭവിക്കാനും അതുപോലെ തന്നെ അബ്സോർബ് ചെയ്യാനുമുള്ള കഴിവും ആകാംക്ഷയും ഈ വരികൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ കമ്പയറിങ് ചിൽഡ്രൻസ് ഫേസസ് ടു കപ്സ് എന്നതുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ദെയർ കപ്പാസിറ്റി, ചിൽഡ്രൻസ് കപ്പാസിറ്റി ഫോർ വണ്ടർ ആണ്. കപ്പ് ഈസ് മെയ്ഡ് ടു എന്തിനാണ്? ടു ഹോൾഡ് ലിക്വിഡ്. ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ഹിയർ ചിൽഡ്രൻസ് ഫേസസ് ആർ ഡിസ്ക്രൈബ്ഡ് എന്തുമായിട്ടാണ്? ആസ് ബീങ് ലൈക്ക് എ കപ്പ്. അപ്പോൾ ആ കപ്പ് എന്തുവാ ഹോൾഡ് ചെയ്യുന്നത്? വണ്ടറാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാൻസയിലൂടെ കവി എന്താണ് പറയുന്നത്? നേച്ചറിൻ്റെ വണ്ടർ, വാംത്, അതുപോലെ ഹ്യൂമൻ ഇന്നസെൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഈ ഒരു സ്റ്റാൻസിലെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിൻ്റെ യഥാർത്ഥ ട്രഷേഴ്സ് എന്നത് ഭൗതിക സ്വത്തുക്കളല്ല, മറിച്ച് എന്താണ്? സന്തോഷം, വിസ്മയം, സ്നേഹം എന്നിവയെ പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങളാണ് എന്ന് കവിയത്രി പറയുന്നു. അതുപോലെ ഈ ഒരു സ്റ്റാൻസയിലൂടെ കവിയത്രി നമുക്ക് തരുന്ന മെസ്സേജ്, സന്ദേശം എന്താണ്? ഈ ജീവിതം പ്രദാനം ചെയ്യുന്ന സൗന്ദര്യത്തെ വിലമതിക്കാനും അതുപോലെ തന്നെ സ്വീകരിക്കാനും കവിയത്രി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. വി ഹാവ് ടു പേ അറ്റൻഷൻ, അതുപോലെ വി ഹാവ് ടു ഓപ്പൺ അവർ ഹാർട്ട്സ്. അങ്ങനെ ചെയ്താൽ വി ക്യാൻ ബൈ ദീസ് ട്രഷേഴ്സ് എന്നാണ് കവിയത്രി പറയുന്നത്. വി ക്യാൻ ബൈ ദീസ് ട്രഷേഴ്സ് എന്ന് പറയുമ്പോൾ നോട്ട് വിത്ത് മണി, പണം കൊണ്ടല്ല, ബട്ട് വിത്ത് എന്താണ്? ടൈം, അപ്രിസിയേഷൻ ആൻഡ് പ്രസൻസ്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ ഡിസ്കസ് ചെയ്യാം. ലൈഫ് ഹാസ് ലവ്ലിനെസ് ടു സെൽ. കവിയത്രി വീണ്ടും ആവർത്തിക്കുന്നു, ജീവിതത്തിന് നമുക്ക് നൽകാനുള്ള മനോഹാരിതകളുണ്ട്. അപ്പോൾ ഈ ഒരു റിപ്പീറ്റേഷൻ സ്ട്രെങ്തൻ ചെയ്യുന്ന സന്ദേശം എന്താണ്? ബ്യൂട്ടി ഈസ് എവരിവെയർ ഇഫ് വി ആർ വില്ലിംഗ് ടു ബൈ ഇറ്റ് വിത്ത് അവർ അറ്റൻഷൻ ആൻഡ് അപ്രിസിയേഷൻ. മ്യൂസിക് ലൈക്ക് എ കർവ് ഓഫ് ഗോൾഡ്. അപ്പം കവിയത്രി സംഗീതത്തെ ഒരു ഗോൾഡൻ കർവ്, സ്വർണത്തിൻ്റെ വളവിനോട് ഉപമിക്കുന്നു. അപ്പം
ഇവിടെ ഒരു സിമിലിയാണിത്. അപ്പോൾ ഗ്രേസ്ഫുള്ളും നല്ല തിളക്കമുള്ള ഒരു ആർക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു വരി സജസ്റ്റ് ചെയ്യുന്നത് മ്യൂസിക്കിന് ബ്യൂട്ടി ഉണ്ട്. അത് എങ്ങനെയാണ്? റിച്ചാണ്, സ്മൂത്താണ്, ടൈംലെസ് ആണ്. അത് മനോഹരവും മൃദുവും കാലാതീതവുമായൊരു കാന്തിയാണ്, സൗന്ദര്യമാണ് എന്ന് ഈ വരികൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ സംഗീതത്തിൻ്റെ മൂല്യം, സമ്പന്നത, മനോഹരമായ രൂപം എന്നിവ എടുത്തു കാണിക്കുന്ന വരികളാണിത്. സെൻറ്റ് ഓഫ് പൈൻ ട്രീസ് ഇൻ ദ റെയിൻ. അപ്പം മഴയത്ത് പൈൻ മരങ്ങളുടെ പുതുമയാർന്ന മണ്ണിൻ്റെ മണം കലർന്ന സുഗന്ധം. അപ്പോൾ ഒരു ക്വയറ്റ് റിഫ്രഷിംഗ് ബ്യൂട്ടി ഓഫ് നേച്ചറാണ് ഈ വരികളിൽ കവയിത്രി വിവരിക്കുന്നത്. ഐസ് ദാറ്റ് ലവ് യു, ആംസ് ദാറ്റ് ഹോൾഡ്. അപ്പം നമ്മളെ സ്നേഹത്തോടെ നോക്കുന്ന കണ്ണുകളും കരുതലോടെ ചേർത്ത് പിടിക്കുന്ന കൈകളും. അപ്പോൾ ഇവിടെ കവയിത്രി ഹ്യൂമൻ ലവ് ആൻഡ് വാംത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതം നമുക്ക് തരുന്ന ഇമോഷണൽ ട്രഷേഴ്സാണ്. ആൻഡ് ഫോർ യുവർ സ്പിരിറ്റ്സ് സ്റ്റിൽ ഡിലൈറ്റ്. അപ്പം ഈ ഒരു വരി സജസ്റ്റ് ചെയ്യുന്നത് ഈ ചിന്തകളിൽ അല്ലെങ്കിൽ ഈ അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ അല്ലെങ്കിൽ എന്നാ പറയാം ഉദിച്ചു വന്ന ഒരു ശാന്തവും ആന്തരികവുമായ സന്തോഷത്തെ സൂചിപ്പിക്കുന്നു. അപ്പം മനസ്സിനെയും ആത്മാവിനെയും നിറയ്ക്കുന്ന ആഴമുള്ള ശാന്തമായ സന്തോഷം. ഹോളി തോട്ട്സ് ദാറ്റ് സ്റ്റാർ ദ നൈറ്റ്. അപ്പോൾ പരിശുദ്ധവും ഉന്നതവുമായ ചിന്തകൾ രാത്രി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാണ്. അപ്പോൾ ഇരുട്ടിൽ പ്രകാശം നൽകുന്നവയും മനസ്സിനെ സമാധാനത്തിലേക്ക് നയിക്കുന്നവയുമാണ് എന്ന് കവയിത്രി പറയുന്നു. അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റാൻസയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും സെൻസറി ആൻഡ് ഇമോഷണൽ ബ്യൂട്ടീസാണ് കവയിത്രി ഡിസ്ക്രൈബ് ചെയ്യുന്നത്. മ്യൂസിക്, സെൻറ്റ്, ലവ് ആൻഡ് പീസ് ഓഫ് മൈൻഡ്. അതായത് സംഗീതം, സുഗന്ധം, സ്നേഹം, മനസ്സിൻ്റെ സമാധാനം എന്നിവയെക്കുറിച്ചാണ് കവയിത്രി പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാൻസിലെ തീം എന്താണ്? ലൈഫ്സ് ട്രഷേഴ്സ് ആർ നോട്ട് ജസ്റ്റ് ഫൗണ്ട് ഇൻ നേച്ചർ ബട്ട് ഓൾസോ ഇൻ റിലേഷൻഷിപ്സ്, ഇമോഷൻസ് ആൻഡ് അപ്ലിഫ്റ്റിംഗ് തോട്ട്സ്. അതായത് പ്രകൃതിയിലൂടെ മാത്രമല്ല, ബന്ധങ്ങളിലും വികാരങ്ങളിലും ഉന്നത ചിന്തകളിലും ജീവിതത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത് കണ്ടെത്താൻ കഴിയും എന്നിവിടെ കവയിത്രി പറഞ്ഞു തരുന്നു. അതുപോലെ മെസ്സേജ് എന്താണ്? സന്ദേശം ഈ ഒരു സ്റ്റാൻസയിലെ ലോകത്തിൻ്റെ ദൃശ്യ സൗന്ദര്യം മാത്രമല്ല, അതായത് വിസിബിൾ ബ്യൂട്ടിയിൽ മാത്രമല്ല, അതായത് അദൃശ്യ സൗന്ദര്യവും, അതായത് നമുക്ക് പറയാം വാംത്ത് ഓഫ് ലവ്, ദ കംഫർട്ട് ഓഫ് ടച്ച്, ദ പ്യൂരിറ്റി ഓഫ് തോട്ട്, ഇവയും വിലമതിക്കണമെന്ന് കവയിത്രി പറയുന്നു. അപ്പോൾ ജീവിതത്തെ അർത്ഥവത്തും സമ്പൂർണവുമാക്കുന്ന ട്രഷേഴ്സ് ഇവയും ഉൾപ്പെടുന്നു എന്ന് ഈ സ്റ്റാൻസൽ കവയിത്രി പറഞ്ഞു തരുന്നു. നമുക്കിനി ലാസ്റ്റ് സ്റ്റാൻസ ഡിസ്കസ് ചെയ്യാം. സ്പെൻഡ് ഓൾ യു ഹാവ് ഫോർ ലവ്ലിനെസ്. സൗന്ദര്യം അനുഭവിക്കാൻ നിങ്ങൾക്കുള്ളതെല്ലാം ചെലവാക്കുക. യൂസ് ഓൾ യുവർ റിസോഴ്സസ്, യുവർ ടൈം ആൻഡ് യുവർ എനർജി. എന്തിനു വേണ്ടി? ടു എക്സ്പീരിയൻസ് ബ്യൂട്ടി. ബൈ ഇറ്റ് ആൻഡ് നെവർ കൗണ്ട് ദ കോസ്റ്റ്. അതായത് ജീവിതത്തിലെ സൗന്ദര്യവും സന്തോഷവും നേടാൻ വേണ്ടിയുള്ള ചെലവോ ത്യാഗങ്ങളെക്കുറിച്ചോ ചിന്തിക്കേണ്ടതില്ല. അത് ഹൗ മച്ച് എഫേർട്ട്, ടൈം ഓർ സാക്രിഫൈസ് ഇറ്റ് ടേക്സ് എന്നത് ചിന്തിക്കാതെ. അപ്പോൾ ഈ മൊമെൻറ്റ്സ് ഓഫ് ലവ്ലിനെസ് അത്രയ്ക്കും വാല്യുബിൾ ആണ്, വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ചെലവ് എണ്ണാതെ അത് നേടുക. ഫോർ വൺ വൈറ്റ് singing hour of peace, count many a year of strife well lost. ഈ സ്ട്രൈഫ് എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ടീസ് ആകാം, ചാലഞ്ചസ് ആകാം, സോറോസ് ആകാം. അപ്പം വൈറ്റ് സിംഗിങ് ആർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ശുദ്ധവും കളങ്കമില്ലാത്തതുമായ, ഓക്കെ. അപ്പം വൈറ്റ് സിംഗിങ് ആർ ഓഫ് പീസ്, അതായത് പോസിറ്റീവ് എനർജിയും വികാരവും നിറഞ്ഞ തീവ്രമായ സന്തോഷം, സൗന്ദര്യവും ശാന്തത എന്നിവയുടെ ഒരു നിമിഷത്തെ സൂചിപ്പിക്കുന്നു. അപ്പം വൺ മൊമെൻ്റ് ഓഫ് ട്രൂ പീസ് ക്യാൻ റീപേ എ ലൈഫ് ടൈം ഓഫ് സ്ട്രഗിൾസ്. യഥാർത്ഥ സമാധാനത്തിൻ്റെ ഒരു നിമിഷം ജീവിതത്തിലെ ഒരു നീണ്ട പോരാട്ടത്തിൻ്റെ പ്രതിഫലം നൽകും. അപ്പം യു മേ ലോസ് മെനി ഇയേഴ്സ് ഇൻ സ്ട്രഗിൾ ബട്ട് ഇറ്റ് വർത്ത് ഇറ്റ് ഫോർ ദാറ്റ് വൺ മൊമെൻ്റ് ഓഫ് പീസ്. And for a breath of ecstasy, give all you have been or could be. ഈ ബ്രെത്ത് ഓഫ് എക്സ്റ്റസി എന്ന് പറയുമ്പം ആ സ്റ്റേറ്റ് ഓഫ് ഇൻറ്റൻസ് ജോയ്, ഓക്കെ, അല്ലെങ്കിൽ അപ്രീസിയേഷൻ ഫോർ ലൈഫ്സ് എക്സ്പീരിയൻസസ്. അപ്പോൾ ഈ ബ്രെത്ത് ഓഫ് എക്സ്റ്റസി എന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത് ആ പ്രഷ്യസ്നെസ് ഓഫ് ദീസ് മൊമെൻറ്റ്സ് ആണ്. അപ്പം ബ്രെത്ത് ഓഫ് എക്സ്റ്റസി അനുഭവിക്കാൻ സന്തോഷം നൽകുന്ന ഒന്നിൽ നിന്ന് ഒരാൾ പിന്മാറരുത്.
അപ്പോൾ സന്തോഷത്തിൻ്റെ ഒരു ചെറിയ നിമിഷത്തിനായി നമ്മൾ എന്ത് ചെയ്യണം? ബി വില്ലിംഗ്ലി ടു ഗിവ് അപ്പ് എവറിത്തിങ് യു ഹാവ് എവർ ബീൻ ഓർ മൈറ്റ് ബിക്കം ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ഈ ഒരു സ്റ്റാൻസറുടെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അതുല്യമായ മൂല്യം പറയുന്നു കവിയത്രി ഇവിടെ. ഒരു നിമിഷത്തെ ആനന്ദം പോലും വർഷങ്ങളായുള്ള കഷ്ടപ്പാടുകളേക്കാൾ വിലപ്പെട്ടതാണ് എന്ന് ഈ വരികളിലൂടെ പറഞ്ഞു തരുന്നു. അതുപോലെ ഈ ഒരു സ്റ്റാൻസിലെ മെസ്സേജ്, സന്ദേശം, ജീവിതത്തിൽ ചില അനുഭവങ്ങൾ അത്രയും വിലപ്പെട്ടവയാണ്, അവയ്ക്കായി എന്തും ത്യജിക്കാൻ തയ്യാറാകണം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞ ഭൗതിക സമ്പത്തിനേക്കാൾ അനുഭവങ്ങൾക്കും സൗന്ദര്യത്തിനും മുൻഗണന നൽകാനുള്ള ഒരു ആഹ്വാനമാണ് ഈ കവിത. അതുപോലെ തന്നെ ജീവിതത്തിലെ ലളിതവും ആഴമേറിയതും പലപ്പോഴും ക്ഷണികവുമായ നിമിഷങ്ങളിൽ മൂല്യം കണ്ടെത്താൻ കവിയത്രി നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് എക്സ്പ്ലനേഷൻ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.